അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ മഞ്ജു വാര്യരെയും ആസിഫ് അലിനെയും കണ്ടു കേട്ടോ. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ മൈജി ഫ്യൂച്ചറിൻ്റെ മറൈൻ ഡ്രൈവ് ഷോറൂമിൻ്റെ ഇനോഗ്രേഷന് നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് കവർ ചെയ്യാൻ പോയതാണ്. ഇപ്രാവശ്യം എൻ്റെ ക്യാമറാമാനായിട്ട് വന്നത് എൻ്റെ അനിയത്തിയാണ്. ഞങ്ങളാണെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് പെരുമഴ. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ നമ്മളോട് ഷോറൂം വിഷ്വൽസും പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ചോളൂ, എന്നിട്ട് നമുക്ക് ഇനോഗ്രേഷൻ കവർ ചെയ്യാം. അതെല്ലാം കാണിച്ച് നമ്മൾ നേരെ വന്ന് താഴെ വന്നു. അപ്പോൾ കുറേ ക്രിയേറ്റേഴ്സിനെ കണ്ടു, പലരോടും സംസാരിച്ചു. എന്നിട്ട് പിന്നെ ഇനോഗ്രേഷനൊക്കെ കണ്ട് അതൊക്കെ കവർ ചെയ്തിട്ട് നേരെ നമ്മൾ ഇറങ്ങി. ഒന്നും കഴിക്കാത്തതുകൊണ്ട് നേരെ ബ്രഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിക്കാൻ വേണ്ടി കയറി ചെയ്തോ നമ്മുടെ ഡൊമിനോസിലാണ്. എൻ്റെ അനിയത്തി ഡൊമിനോസ് പിസയുടെ ഒരു ഹ്യൂജ് ഫാനാണ്. അപ്പോൾ ഇവരുടെ ഒരു ന്യൂ ലോഞ്ച് പിസ്സ ഉണ്ട്, അതായത് ക്രസ്റ്റിനകത്ത് സോസേജ് ഉണ്ട്. അപ്പം ഞാനാണെങ്കിൽ ക്രസ്റ്റിൻ്റെ അറ്റം ഭാഗം കഴിക്കില്ല, പക്ഷേ ഇത് ഞാൻ കഴിച്ചോട്ടെ, ഇതിനകത്ത് ഈ സംഭവം ഉള്ളതുകൊണ്ട്. പക്ഷേ ഊരി എടുക്കാൻ ഭയങ്കര പാടാണ്. അതായത് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ എന്താ പറയുക, ഒരുമിച്ച് ഒട്ടിയിരിക്കണതാണ്. അപ്പോൾ അത് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പോർഷനേ കിട്ടുള്ളൂ. അതാണ് ഈ കാണുന്നത്. ആൻഡ് നല്ല ചൂടുണ്ട്, അതേപോലെ തന്നെ വിശപ്പുള്ളതുകൊണ്ട് ഞാൻ എടുത്ത് വായിലേക്ക് ഇട്ടിട്ട് എൻ്റെ അനിയത്തി ചോദിക്കുക ചൂടുണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞേ പിന്നല്ലാണ്ട് ചൂടില്ലാണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ കോൺ ചീസ് പിസ്സയാണ് ട്രൈ ഔട്ട് ചെയ്തത്. എനിക്ക് വെജ് സെക്ഷനിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ കോൺ ചീസ്. അത് നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയത്തിയാണെങ്കിൽ പിസ്സ എടുത്ത് ഇങ്ങനെ വേർതിരിച്ച് വെക്കണം. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയൊന്നും കഴിക്കണത്. പിന്നെ എൻ്റെ കൂടെ വന്നു, കാരണം എനിക്ക് കഴിച്ച് കാണിക്കണമല്ലോ. അതും നല്ല ജീസി എന്നൊക്കെ ചീസി ആയിട്ടുണ്ടായിരുന്നു. അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ നമ്മൾ ഡ്രിങ്ക്സ് ആയിട്ട് കോൾഡ് കോഫിയാണ് പറഞ്ഞത്. ഒരാവശ്യം ഉണ്ടായില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു കാശിനുള്ളിലായിരുന്നു. പിന്നെ നമ്മൾ നേരെ മറൈൻ ഡ്രൈവിൽ ഒന്ന് പോയി ഫുൾ എക്സ്പ്ലോർ ചെയ്തില്ല. ജസ്റ്റ് ഞാൻ നടന്നപ്പോൾ തന്നെ നമ്മളൊരു ഡ്രസ്സിൻ്റെ ഒരു ഫെസ്റ്റ് കണ്ടു. നേരെ അങ്ങോട്ട് കയറി, ഓണം ഫെസ്റ്റ് എന്ന് പറഞ്ഞ് അവിടുന്ന് ഒരുപാട് ഐറ്റംസ് ഞങ്ങൾ പർച്ചേസ് ചെയ്തു. കുറേ ഡ്രസ്സ് വാങ്ങിച്ചു, പിന്നെ അത്തർ വാങ്ങിച്ചു അവൾക്ക് വേണ്ടിയിട്ട്, പിന്നെ സെറ്റ് സാരി 2 വാങ്ങിച്ചു. പൈസ കുറവാട്ടെല്ലാം. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ടാറ്റയും പറഞ്ഞ് നേരെ വീട്ടിലേക്കും പോന്നു.